മരുഭൂമിയിലെ ആൾരൂപങ്ങൾ. ഇന്ന് എന്റെ ജീവിതത്തിലെ അവസാന ദിവസം. നാമൊക്കെ പറയാറില്ലേ, കരഞ്ഞുകൊണ്ട് ജനിച്ച് കരയിപ്പിച്ചുകൊണ്ട് മരിക്കുന്നു എന്നൊക്കെ. എന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ ആവണം. അല്ല, ആയിരിക്കും. ഓ, ഒരു കാര്യം മറന്നു. ഒരു നാടകം കേൾക്കാൻ തയ്യാറായി നിൽക്കുന്ന നിങ്ങളെ ഒട്ടും അലോസരപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് എന്റെ കഥയാണ്. മാധവൻ എന്ന 30-കാരൻ പ്രവാസിയുടെ കഥ. ഇനിയുള്ള നിമിഷങ്ങൾ നിങ്ങൾ എന്റെ കൂടെ ചെലവഴിക്കണം. കാരണം ഞാൻ ഇന്ന് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. പ്രവാസികൾ സ്വപ്നങ്ങൾ വിതയ്ക്കുന്ന ഈ ഭൂമിയിൽ എനിക്ക് കൂട്ടായി പേരറിയാത്ത നിങ്ങൾ കുറേ സുഹൃത്തുക്കൾ മാത്രം. ഹലോ ഹലോ മാധവേട്ടാ, കേക്കുന്നില്ലേ? ആ, പറഞ്ഞോ. എന്താ ശബ്ദമൊക്കെ വല്ലാതെ? സുഖമില്ലേ? ഒന്നുമില്ല. നാളെ ഇങ്ങ് വരുന്നുണ്ടെന്ന് ശ്രുതി പറഞ്ഞു. എന്നോടൊന്നും പറഞ്ഞില്ലല്ലേ? മാധവേട്ടനെ ഫേസ്ബുക്കിൽ കണ്ടുപോലും. ഐ ആം ലീവിംഗ്. ഇനിയൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയാവും അല്ലേ? നീ പിന്നെ വിളിക്ക്, ഞാൻ അല്പം തിരക്കില്ല. കേട്ടില്ലേ, നാട്ടിൽ നിന്നാ. വേറെ ആരുമല്ല, സ്വന്തം ഭാര്യ തന്നെ. 1 വർഷം മുൻപ് ഒരുപാട് പ്രതീക്ഷകളോടെ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നവൾ. എന്നും ഒരു മൂളിപ്പാട്ട് കൊണ്ട് എന്റെ ഹൃദയം കീഴടക്കിയവൾ. എനിക്കിന്ന് അവളെ ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഞാൻ ഇന്നൊരു വലിയ കടക്കെണിയിലാണ്. കഴുത്തറ്റം മുങ്ങിക്കിടക്കുന്ന ഒരു കടത്തിന്റെ കെണിയിൽ. ഇതിൽ നിന്നും രക്ഷ നേടാൻ ഇതേ മാർഗമുള്ളൂ. മുന്നിൽ തൂങ്ങിയിരിക്കുന്ന ഈ രക്ഷപ്പെടലിന്റെ തൊണ്ട് കയറിൽ. നാളെ ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഈ വാർത്ത കണ്ടേക്കാം. പലരും ഷെയർ ചെയ്തേക്കാം. എന്നിട്ടൊരു അടിക്കുറിപ്പ്, ആദരാഞ്ജലികളെന്ന്. ജീവിച്ചിരിക്കുമ്പോ ഒരു 100 ഫിൽസിന്റെ ഉപകാരം ചെയ്യാത്തവർ. ദിനേശൻ, എന്റെ നാട്ടുകാരൻ, ഇവിടെ കുറച്ചു കാലമായുള്ള എന്റെ സുഹൃത്ത്. നാശം, എന്തിനാണാവോ ഈ നേരത്ത്? ഹലോ മാധവ, തുറക്കടാ, ഞാൻ പുറത്തുണ്ട്. ഞാനിപ്പോ ഓഫീസിലാ. മൊബൈൽ ഇല്ലാതെ തന്നെ നിന്റെ ശബ്ദം എനിക്ക് കേൾക്കാം മോനെ. നീ ഡോർ തുറക്ക്. ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ അകത്തേക്ക് വന്നോളാം. നീ എന്താ ഈ സമയത്ത്? ഷേടാ, ഇവൻ പറയുന്ന കേട്ടാ തോന്നും നേരം പാതിരാത്രി ആയെന്ന്. ഇപ്പൊ സമയം 3 ആയുള്ളൂ. നീ വാ, നമുക്കൊരിടം വരെ പോവാനുണ്ട്. ഞാൻ എങ്ങുമില്ല, നീ പോയിക്കോ. അല്ല, നീ എന്താ ആകെ വേർതിരിക്കുന്നേ? മുഖമൊക്കെ വല്ലാതെ. എന്തു പറ്റിയടാ നിനക്ക്? വല്ലാത്തൊരു ക്ഷീണം, പനി വരുന്നൊരു ലക്ഷണം ഉണ്ടടാ. എന്നെ വിട്ടേക്ക് പ്ലീസ്. നോക്കട്ടെ. ഏയ്, പനിയൊന്നുമില്ല, ചുമ്മാ മടി തന്നെ. നീ ഒന്ന് വേഗം റെഡിയായ. ഈ വെളിച്ചം കയറാത്ത റൂമിൽ നിന്നാ തന്നെ നിനക്ക് ഭ്രാന്ത് പിടിക്കും. വാ. എവിടേക്ക്? ഞാൻ എങ്ങുമില്ല. ഷടാ, ദൂരേക്കൊന്നും അല്ലടാ, ഒന്ന് മ്യൂസിയം വരെ പോണം. വൈഫിനും മോൾക്കും ഒരേ നിർബന്ധം. എനിക്കാണെങ്കിൽ ഇതിലൊന്നൊരു താല്പര്യവുമില്ല. നീ ഒരു കമ്പനിക്ക് വാ, അവര് കാറിലുണ്ട്. അത് നീ ഒന്നും പറയണ്ട, ഞാനിവിടെ ഇരിക്കാം. നീ പെട്ടെന്ന് വാ.
കണ്ടില്ലേ, എല്ലാവർക്കും അവരവരുടെ കാര്യം മാത്രം. ഞാനിപ്പം ഇവരുടെ കൂടെ മ്യൂസിയത്തിലേക്ക്. അധിക സമയം ഇവനവിടെ നിന്നിരുന്നെങ്കിൽ എൻ്റെ ലക്ഷ്യം ഒരിക്കലും നടക്കില്ലായിരുന്നു. തിരിച്ചു ചെന്ന് ഞാനത് പൂർത്തീകരിക്കും. അങ്കിൾ എന്താ ആലോചിക്കുന്നേ? ഓ, ഇവളുടെ ഒരു കാര്യം കേട്ടോ മാധവ, സത്യത്തിൽ മോളെക്കാളും താല്പര്യം ഇവൾക്കാ. പഴയ ഹിസ്റ്ററിക്കാരിയല്ലേ. വീട്ടിലുള്ളപ്പോഴിങ്ങനെയാ, പഴയ കാലത്തെ സ്റ്റാമ്പും നാണയൊക്കെ കളക്ട് ചെയ്യലാണ് ഹോബി. ഓ, അത് കല്യാണത്തിന് മുമ്പ്. പുരാവസ്തു ശേഖരണം ഉള്ളോണ്ടാണല്ലോ 12 വയസ്സിന്റെ അന്തരമുണ്ടായിട്ടും ഇങ്ങനെ ഞാൻ കെട്ടിയത്. അല്ല, ആശയ്ക്ക് സുഖമില്ലേ? ഇപ്പൊ ഫേസ്ബുക്കിലൊന്നും കാണാറേയില്ലല്ലോ. ഓ, അവളിപ്പോ വീട്ടിൽ തന്നെ കുറച്ച് പിള്ളേർക്ക് ട്യൂഷൻ എടുത്ത് സമയം കളയുന്നു. മാധവേട്ടന്റെ ജോലിയുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നോ? പുതിയ ജോലിക്കൊന്നും ശ്രമിക്കുന്നില്ലേ? നോക്കണം. വാ കേറാം. മോളിങ് വാ, അച്ഛൻ്റെ കൈ പിടിച്ചോ. ഇവിടെ നിറയെ ആൾക്കൂട്ടങ്ങൾ, ഓരോരുത്തരും ഓരോ ചിന്തയും പേര് നടക്കുന്നവർ, വിവിധ രാജ്യക്കാർ. ഇവരുടെ ഇടയിൽ കൈവിലങ്ങ് വെച്ച തടവു പുള്ളിയെപ്പോലെ ഞാനും. ഇതാണ് ഇവിടുത്തെ പഴയ അസ്ഥികൂടം. ഇതാ എഴുതി വെച്ചിരിക്കുന്ന നോക്ക്. 500-ലധികം വർഷം പഴക്കമുണ്ട് ഇതിന്. മരുഭൂമിയിൽ നിന്ന് കിട്ടിയത് അതേപോലെ ഇവിടെ കൊണ്ടുവച്ചിരിക്കുകയാണ്. ഇതൊക്കെ എവിടത്തെ കാരാച്ചാ? അതൊക്കെ ചരിത്രങ്ങളാണ് മോളെ. ഇവിടെയുള്ള ഓരോ തരി മണ്ണിനും അതിൻ്റെതായ ഇന്നലകളുണ്ട്. അതെ, എല്ലാം ചരിത്രമാണ്. ഇന്നത്തെ ഞാനും നിങ്ങളും നാളെയുടെ ചരിത്രമാണ്. ഇവിടെ കാണുന്ന ഓരോന്നും ഒരു കാലത്ത് മജ്ജയും മാംസവുമുള്ള, ചിന്തിക്കാൻ തലച്ചോറുള്ള ആൾരൂപങ്ങളായിരുന്നിരിക്കാം. നമുക്ക് പോയിക്കൂടെ? എനിക്കിന്ന് തീരെ വയ്യ. ഓ, നിന്റെ ഒരു തിരക്ക്. എന്നാ ശരി, പോകാം. നേരെ സന്ധ്യയായില്ലേ. പോയിട്ട് അസോസിയേഷന്റെ പ്രോഗ്രാമിലൊന്ന് തല കാണിക്കാം. സത്യത്തിൽ ഞാനും ഇപ്പോൾ ചിന്തിച്ചു പോകുന്നു, അവിടെ വെച്ച് കണ്ട ആ അസ്ഥിപഞ്ജരത്തിന്റെ ഉടമയെക്കുറിച്ച്. വർഷങ്ങൾക്ക് മുൻപ് ദൈവം സൃഷ്ടിച്ച ആ മനുഷ്യജീവിയെക്കുറിച്ച്. പൊടിക്കാറ്റും ശൈത്യവും ശരീരം കൊണ്ട് നേരിട്ട് ജീവിച്ച കുറേ മനുഷ്യരെക്കുറിച്ച്. ഒട്ടകപ്പാലും ഈന്തപ്പഴവും മാത്രം ഭക്ഷിച്ച് ജീവിച്ച മരുഭൂമിയിലെ ജീവാത്മാക്കളെക്കുറിച്ച്. മരണത്തോടടുക്കുന്ന എനിക്ക് തോന്നുന്ന ഒരു സഹാനുഭൂതിയാകാം ഒരുപക്ഷേ ഇത്. നാളെ ഞാനും മജ്ജയും മാംസവും മണ്ണിന് തിരിച്ചു നൽകി വെറും അസ്ഥികളുടെ ശേഷിപ്പിലേക്ക് മടങ്ങുമ്പോൾ അപ്പൊ ശരി, നാളെ കാണാം. ആ മാധവ, പുറത്ത് നല്ല പൊടിക്കാറ്റാ. പുറത്തേക്കൊന്നും ഇറങ്ങണ്ട. ഞാൻ നേരെ നമ്മുടെ സുധാകരൻ്റെ റൂമിലേക്കാ. ഇന്ന് കുപ്പി 3-4 പൊട്ടും. നിനക്ക് വയ്യല്ലോ, അതാ ഞാൻ നിന്നെ വിളിക്കാഞ്ഞ്. സാരമില്ല, നീ പൊയ്ക്കോ. എന്റെ വരവും കാത്ത് ഞാൻ കെട്ടിയ ഈ കുരുക്ക് മാത്രം. അപ്പോ പോകാൻ ഞാൻ റെഡി. ഒരുപാട് കടങ്ങൾ മാത്രം ബാക്കിയാക്കി ഈ മരുഭൂമിയിൽ നിന്നും ഒന്നും സ്വന്തമാക്കാൻ കഴിയാതെ പരാജിതനായി. എനിക്ക് കൂട്ടായി ഈ ഏകാന്തതയും ഇരുട്ടും മാത്രം. വീണ്ടും ഏതോ അശ്രീകരങ്ങൾ. ഇല്ല, ഇനി തുറക്കില്ല. അവസാനത്തെ ഈ നിമിഷത്തിൽ ഇനിയൊരാളെ അഭിമുഖീകരിക്കാൻ എനിക്കാവില്ല. നാശം. പുറത്തൊന്നും ആരെയും കാണുന്നില്ലല്ലോ. ഒരു തോന്നലാവാം. ആരാ? അസ്സലാമു അലൈക്കും.
നിങ്ങൾ ആരാ? ഞാനൊന്ന് അകത്തേക്ക് വന്നോട്ടെ, അല്ലെങ്കിൽ അനുവാദം ചോദിക്കുന്നില്ല. ഞാൻ വരാം. ആ കതവ് നടച്ചേക്കൂ. നിങ്ങൾ ആരാ? മുഖം പോലും മറച്ചു പിടിച്ച് വെളുത്ത വസ്ത്രം ധരിച്ച്. പറയാം, നിങ്ങൾ ഇരിക്ക്. അൽഹംദുലില്ലാ. ഈ രാത്രിയിൽ ഞാൻ നിങ്ങളോട് കുറച്ച് സമയം ചോദിക്കുകയാണ്. എനിക്കറിയാം നിങ്ങളൊരു യാത്രയുടെ തയ്യാറെടുപ്പിലാണ്. ഞാൻ ഈ മണൽക്കാട്ടിൽ കുറേ കാലം ഒറ്റയ്ക്ക് നടന്നവൻ. നിങ്ങൾ നേരത്തെ എന്നെ കണ്ടിട്ടുമുണ്ട്. അതിന് നിങ്ങളുടെ മുഖത്ത് കെട്ടിയ ആ തുണിയൊന്ന് മാറ്റൂ. നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ. പക്ഷേ അതിനു മുമ്പ് ഒരു ചോദ്യം. ഈ പഴകിയ കെട്ടിടത്തിൽ, ഈ ഇടുങ്ങിയ മുറികളിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുകയായിരുന്നു? അതൊന്നും നിങ്ങൾ അറിയണ്ട. നിങ്ങൾ ആരാ? എന്തിനിവിടെ വന്നു? അത് മാത്രം പറഞ്ഞാൽ മതി. എന്നിട്ട് എന്നെ ശല്യപ്പെടുത്താതെ എങ്ങോട്ടെങ്കിലും കടന്നു പോകാം. അതിനു മുമ്പ് ഞാൻ എന്നെക്കുറിച്ച് പറയാം. ഈ വെളുത്ത വസ്ത്രത്തിനുള്ളിൽ എനിക്കൊരു രൂപമില്ല. നേരത്തെ നിങ്ങൾ കണ്ടില്ലേ, വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ജീവിച്ച് പേരില്ലാത്ത ഒരു രൂപം. നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ആ അസ്ഥികൂടത്തിന്റെ ഉടമ. നിങ്ങൾ എവിടെയും പോവില്ല. അതിനു മാത്രം മെനക്കെടേണ്ട. അല്ലെങ്കിലും മരണത്തെ സ്വയം ഭരിക്കാൻ തീരുമാനിച്ച നിങ്ങൾക്ക് പേടിയെന്തിന്? എനിക്കൊന്നും അറിയണ്ട. നിങ്ങൾ കരയരുത്. ജീവിതത്തിന്റെ ഈ അവസാന നിമിഷങ്ങളിൽ പ്രത്യേകിച്ച്. ആദ്യം ഈ ഭയമൊന്നു മാറ്റൂ. ഭയം, അതും ഈ നേരത്ത്. എനിക്കിപ്പോ ഭയമില്ല. അതിന്റെ അർത്ഥശൂന്യത എനിക്കറിയാം. നിങ്ങൾ പറയൂ, ആരാണ് നിങ്ങൾ? അല്ല, നിങ്ങൾ ആരായിരുന്നു? ഈ പവിഴദ്വീപിന്റെ പുരാതന ചരിത്രത്തിൽ അൽഹാസയിലെ ഉയ്നിദ് എന്ന അറബ് സാമ്രാജ്യത്തിന്റെ ഒരു സാധാരണ പടയാളികളിൽ ഒരാൾ. അതുവരെ ഇവിടം മടക്കി ഭരിച്ചിരുന്ന കാർമാദിയൻ ഭരണാധിപത്യത്തിനെതിരെ യുദ്ധം ചെയ്ത പടയാളി. യുദ്ധത്തിൽ പിടിക്കപ്പെടുമെന്നായപ്പോൾ മരുഭൂമിയിലേക്ക് രക്ഷപ്പെട്ട ഒരു പച്ച മനുഷ്യൻ. ഒരു കാലത്ത് നിങ്ങളെപ്പോലെ ചിന്തിക്കാൻ കഴിയുന്ന ഒരാൾ. വിശപ്പും ദാഹവും പ്രണയവും എല്ലാം അടങ്ങിയ ഒരു ശരീരത്തിന്റെ ഉടമ. പക്ഷേ ഒരു വ്യത്യാസം. നിങ്ങൾ ജീവിതത്തെ വെറുത്തയാൾ. ഞാനോ അടങ്ങാത്ത ആവേശത്തിൽ മരണത്തെ മുഖാമുഖം കണ്ടപ്പോഴും ഇഷ്ടപ്രണയശ്വരിയുടെ അടുത്തെത്തി അവളോടുകൂടി ജീവിക്കാൻ കൊതിച്ചു. ഈ മണൽക്കാറ്റിൽ ദാഹജലം പോലും കിട്ടാതെ മരണത്തിനു മുന്നിൽ കീഴടങ്ങിയ ഒരു നിർഭാഗ്യവ. മണൽ കൂമ്പാരത്തിനുള്ളിൽ കാലങ്ങളോളം മറഞ്ഞിട്ട് ഒടുവിൽ ഒരു കാഴ്ച വസ്തുവായി മാറപ്പെട്ട ഈ രൂപത്തിന്റെ അധികാരി. അത് പോട്ടെ. നിങ്ങൾ എന്താണ് ഒടുവിൽ മരണത്തെ ആശ്രയിക്കാൻ തീരുമാനിച്ചത്? എന്റെ കഥ, ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന അർത്ഥശൂന്യമായ കഥ. ജീവിതം ഒരു കാലത്ത് ആഘോഷിച്ച് ഒടുവിൽ ഒന്നുമല്ലാതായി തീർന്നവന്റെ കഥ ആർക്ക് കേൾക്കണം? സ്വന്തം കൂട്ടുകാരന് മുന്നിൽ പോലും മറച്ചു പിടിച്ച കഥകൾ. ഒടുവിൽ പലിശക്കാരുടെ മുന്നിൽ നിന്നും രക്ഷപ്പെടാൻ മരണം മാത്രം ആശ്രയമായ ഭീരു. സാമാന്യം നല്ല ജോലി, നാട്ടിലെ
കഷ്ടപ്പാടിൽ നിന്നും രക്ഷ നേടാൻ ഒടുവിൽ എനിക്കിവിടെ വരേണ്ടി വന്നു. അമ്മാവൻ്റെ പരിചയത്തിലൊരാൾ മുഖേന. നാട്ടിൽ കടങ്ങളൊക്കെ ഒരുവിധം തീർത്തപ്പോൾ ജീവിതത്തിൻ്റെ സുഖങ്ങൾ തേടി ഞാൻ അലഞ്ഞു. നിന്റെ ഡ്യൂട്ടി തീരാൻ ഞാൻ കാത്തിരിക്കായിരുന്നു. നമുക്കൊന്ന് ഒരിടം വരെ പോവാം. ഇന്നത്തെ ചെലവ് എന്റെ വക. വന്നിട്ട് 1 വർഷമേ ആയുള്ളൂ. അടിച്ചു പൊളിച്ച് കളയാനേ കാശൊന്നുമില്ല എൻ്റെ കയ്യിൽ. ജീവിതം അതേ ഒന്നുള്ളൂ. ഇത്തിരി അടിച്ചുപൊളിയൊന്നുമില്ലെങ്കിൽ എന്തുട്ട് ജീവിതടത്? നിങ്ങ വന്ന കെടിയേ. എവിടേക്കാടാ നീ പറ? നമ്മളിപ്പോ പോണതേ ബാറിലേക്കാ, ഡാൻസ് ബാറിലേക്ക്. എന്താ വരില്ലേ? എടാ അത് വേണ്ട, ഞാനില്ല. എന്തുട്ട് ശവ്യത് ഡാ, നല്ല കീടിലും പെണ്ണുങ്ങള് എന്തിനും തയ്യാറായിട്ട് അവിടെ നിക്കുന്നുണ്ടറാ. നീ അങ്ങ് ദക്ഷിണ വെച്ച് കയറിയേ. എടാ അമ്മാവൻ അറിഞ്ഞ? പിന്നെ അമ്മാവന്റെ തൊള്ളയിലേക്കല്ല അങ്ങോട്ട് ചെന്ന് ചാടാൻ പോണത്. അൽഫോൻസാ, ഇത് ഇവിടെ പുതിയ ആളാട്ടാ. ഒന്ന് നന്നായി ഒന്ന് ട്രീറ്റ് ചെയ്തേക്ക്. ആദ്യായിട്ട് വന്നല്ലേ, ഒരു 2-3 മാല അങ്ങോട്ട് പിടിപ്പിച്ചേക്ക്. നീ ചെല്ലടാ, ഞാനിപ്പുറത്തുണ്ട്. ഹലോ ഡാ, നീ എണീറ്റില്ലേ? നേരെ ഉച്ചയായല്ലോ. നീ എന്ത് പണിയാ കാണിച്ചേ? പോരാ നേരത്ത് നിന്നെ കാണഞ്ഞ് ടാക്സി പിടിച്ചാ ഞാൻ പോന്നത്. കയ്യിലെ കാശ് മുഴുവൻ തീർന്നു. തീയതി 10 ആയുള്ളൂ. നീയും നിന്റെ ഒരു ക്യാഷും. ഇന്നലെ എങ്ങനെയുണ്ടായിരുന്നു? കൊച്ചു കള്ള. പെഗൊന്ന് 2 ചെല്ലുമ്പോഴേക്കും ഗഡി ആളാകൊന്നു മാറി. എടാ വീട്ടിലേക്ക് പൈസ എന്റെ കയ്യിൽ ഒന്നുമില്ലാന്നേ. കാശൊക്കെ നമുക്ക് മറിക്കാടാ. ഒരു വടകരക്കാരൻ സെയ്താലിക്കുണ്ട്. മൂപ്പരേ ഹവാല വഴി നാട്ടിലേക്ക് തട്ടിക്കൊള്ളും. നീ ശമ്പളം കിട്ടുമ്പോ കൊടുത്തേക്കണം. കാശിന് അത്യാവശ്യമുള്ളപ്പോ മൂപ്പര് സഹായിക്കും. പുള്ളിക്ക് ചെറിയൊരു പലിശയുടെ ഏർപ്പാടും കൂടി ഉണ്ടെന്ന്. പിന്നെ അൽഫോൻസ് ഇനിയും വിളിക്കും. ഞാൻ നിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. എടാ എടാ അത് നീ വിഷമിക്കേണ്ടിരിക്കേ. എല്ലാം വീണ്ടും പോലെ അങ്ങോട്ട് കൈകാര്യം ചെയ്തേക്ക്. കാശൊക്കെ പലിശക്കാരുടെ കയ്യിലായി അല്ലേ? ഒന്നിനു പിറകെ ഒന്നായി അൽഫോൻസമാരുടെ ഫോൺ വിളികൾ. അവസാനം കല്യാണത്തിന് നാട്ടിൽ ചെന്നപ്പോഴും പലിശക്കാർ തന്നെ ആശ്രയം. ഒടുവിൽ കെട്ടുതാലി മാത്രമായി ഭാര്യയെ നാട്ടിൽ വിട്ടിട്ട് വീണ്ടും ഇങ്ങോട്ട്. ഒന്ന് ചോദിക്കട്ടെ, മരണം ഇതിനൊരു പരിഹാരമാണോ? പിന്നൊന്നും അറിയണ്ടല്ലോ, മടുത്തു. ഇന്നത്തെ നിങ്ങൾ മനുഷ്യന്റെ ഒരു വലിയ പ്രശ്നമാണ്. അടങ്ങാത്ത ആർത്തിയും ദുരഭിമാനവും, പിന്നെ വഴികളടയുമ്പോൾ ഒരു രക്ഷപ്പെടൽ. മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ ഇതിന്റെ മുന്നിൽ ഒന്നുമല്ലാതായിത്തീരുന്നു. നിങ്ങളും ചെയ്യുന്നത് അതുതന്നെ. ജീവിതത്തിൽ എന്തിനേയും നേരിടാൻ കഴിഞ്ഞാൽ പിന്നെ അസാധ്യമായി എന്തുണ്ട്? നിങ്ങൾക്കറിയോ, ഈ ശരീരത്തിൽ ഒരിറ്റു ജീവകണിക ബാക്കിയുണ്ടായിരുന്നുവെങ്കിൽ എന്റെ മാതാവിനെ, എന്റെ ലൈലി എനിക്കൊരു നോക്കെങ്കിലും കാണാൻ കഴിഞ്ഞിരുന്നേനെ. ഒന്ന് പറയാം, നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ
സ്വന്തം ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടി മറ്റുള്ളവരെ ദുഃഖത്തിന്റെ കയത്തിലേക്ക് ഇറക്കിവിടാൻ സമ്മതിക്കില്ലായിരുന്നു. ഒരിക്കൽ ദൈവം വെച്ചു നീട്ടുന്ന സൗഭാഗ്യമാണ് ജീവിതം. അത് നിങ്ങൾ അറിയാതെ പോയി. നേരമിതാ വെളുത്തു തുടങ്ങിയിരിക്കുന്നു. കാതങ്ങൾ താണ്ടി വീണ്ടും മടങ്ങേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്ത ഒന്നുണ്ട്. ഭൂമിയിൽ നിങ്ങളെക്കാളും കഷ്ടപ്പെടുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവരെല്ലാം സ്വയം മരണത്തെ സ്വീകരിക്കുന്നില്ല. ആ സുധി, ഞാനിപ്പോ മാധവന്റെ ഫ്ലാറ്റിലേക്കാ. അവിടെ എത്തിയിട്ട് വിളിക്കാം. മാധവ, 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 മാധവ. ഡോറ് പൂട്ടിയിട്ടില്ലല്ലോ. മാധവ, എടാ മാധവ. മാധവ, എന്നെ വിടൂ. അയ്യോ, മാധവ, ഇത് ഞാനാടാ, ദിനേശൻ. നിനക്ക് എന്ത് പറ്റിയടാ? നീ എന്താ തറയിലാണോ കിടന്നേ? നീ എങ്ങനെ അകത്ത് കയറി? കൊള്ളാം, ഇത് നല്ല കൂത്ത. ഡോറും ലോക്ക് ചെയ്യാതെ ഒറ്റയ്ക്ക് ഇന്നലെ നല്ലോണം മിനിങ്ങിയ ലക്ഷണമുണ്ടല്ലോ. ഇന്നലെ ഞാൻ അയാളെ കണ്ടു. ആരെ? നമ്മൾ മ്യൂസിയത്തിൽ നിന്നും കണ്ടില്ലേ, പഴകിയ ആ അസ്ഥികൂടത്തിനെ. അപ്പൊ സ്വപ്നം കൊണ്ട് പേടിച്ചതാ അല്ലേ? ഒരു ഗുഡ് ന്യൂസ് ഉണ്ടടാ. സുധി ഇപ്പൊ വിളിച്ചിരുന്നു. നിനക്ക് മിനിസ്ട്രിയിൽ നല്ലൊരു ജോലി ശരിയായിട്ടുണ്ടെന്ന്. നിന്നെ കൊണ്ട് ചെല്ലാന്ന് ഏറ്റിട്ടാ ഞാൻ അവിടെ വന്നേ. പോടാ, പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വാ. അല്ല, ഇതെന്താ ഇവിടെ പഴയ മണ്ണും പൊടിയും ഒക്കെ? സത്യത്തിൽ ഇന്നലെ എന്താണ് ഇവിടെ നടന്നത്? ഒരു പിടിയുമില്ല. എങ്കിലും ഞാനൊന്ന് തീരുമാനിച്ചു. ഒന്നുകൂടി ജീവിതത്തിലേക്ക് തിരിച്ചു നടക്കാൻ. കഴിഞ്ഞുപോയ തെറ്റുകൾക്ക് പരിഹാരമായി ബാധ്യതകൾ ഈ തോളത്ത് നിന്നും ഇറക്കി വെക്കാൻ. ഈ യാത്ര അതിനൊരു തുടക്കമാവട്ടെ. മഴ മനസ്സിനൊരിത്തിരി കുളിര് പകർന്നുകൊണ്ട് പുറത്ത് നേരിയ മഴ പെയ്യും. തിരക്കിനിടയിൽ നാം മറക്കുന്ന ഒന്നുണ്ട്. പ്രതീക്ഷ തകർന്നവന്റെ തോളിൽ തട്ടി പറയുന്ന ഒരു സാന്ത്വന വാക്കിന്റെ വില. അത് ഞാൻ ഇന്നറിയുന്നു. എങ്കിലും മനസ്സുകൊണ്ടൊരു നന്ദി വാക്ക് ആ മനുഷ്യനോട്, ഒരിക്കലെന്നോ മരുഭൂമിയിൽ പിടഞ്ഞു വീണ ആ ആൾ രൂപത്തിനോട്. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: മാധവൻ ജയശങ്കർ, രൂപം പ്രജിത് നമ്പ്യാർ, ദിനേശൻ ജോയൽ ജോസ്, സുഹൃത്ത് ഷിജിത് അജയ്, ആശ മെല്ലീസ സൽദാന, കുട്ടി അഭിരാമി അജീശുഭ, രചനാ സംവിധാനം ശ്രീജിത്ത് പറശ്ശിനി. പ്രത്യേക നന്ദി അനു കരക്കാട്, ജിതിൻ ചന്ദ്രൻ,
ലിജിൻ നമ്പ്യാർ, ജേക്കബ് ക്രിയേറ്റീവ് ബീസ്. അവതരണം അവർ ക്ലിക്സ്.